ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അല്ല മനോഹര, നീ ജോലിക്ക് പോകാൻ അങ്ങ് തീർച്ചപ്പെടുത്തിയോ? തീർച്ചപ്പെടുത്താതിരിക്കുന്ന എന്തിനാ? എന്താ കിട്ടിയ പണി അമ്മയ്ക്ക് ബോധിച്ചില്ലേ? എനിക്ക് ബോധിക്കഞ്ഞിട്ടല്ല. ഡ്രൈവർ പണിക്കിപ്പോ എന്താ കുഴപ്പം? നല്ല ജോലിയല്ലേ? അതമ്മ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഗൾഫിൽ ട്രക്ക് ഓടിച്ചാ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഓ, തുടങ്ങിയവന്റെ ഒരു കണക്ക് പറച്ചിലും. എന്നാലും മനോഹരേട്ടന് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ? എങ്കിൽ പിന്നെ എനിക്ക് വരെ നീ പോയി ജോലി ചെയ്യും. അല്ല, പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് നിന്ന് അധ്വാനിക്കണം. ഇവിടെ ഇപ്പോ ആ ഒരു ചിന്ത എനിക്കും ദേവിയമ്മക്കും മാത്രമേ ഉള്ളൂ. ഓ, കുടുംബസ്നേഹമുള്ള 2 പേര്. അല്ല, നിങ്ങൾ 2 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ കുടുംബസ്നേഹമുള്ളവര്? അതെ, ഇനിയും പോകുന്നുണ്ടോ പൊതിച്ചോറും കെട്ടി ജോലി തിരക്കാൻ? ഞാൻ ശരിക്കും ജോലി തേടുന്നുണ്ട് മുത്തശ്ശി. എവിടെയെങ്കിലും ഉടനെ തന്നെ ജോലിക്ക് കാരണം. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം അച്ഛൻ എനിക്ക് ചെയ്തു കൊടുക്കണം. കേട്ടില്ലേ പാർവതി? എന്ന് വെച്ചാ നമ്മൾ ആരും മനോഹരനെ സഹായിക്കുന്നില്ല എന്ന്. ഞാനൊരു കാര്യം ചെയ്യാം മനോഹര, നാളെ മുതൽ ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകാം. അതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? ആ പാർവതി, നിനക്ക് വേണമെങ്കിൽ ലോട്ടറി വിൽക്കാൻ പോവാം. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിലേ ഒരു കുഴപ്പമില്ല. അല്ല, നീയും നിന്റെ മരുമോളും കൂടെ ഫാമും മീൻ കൃഷിയും ഒക്കെ തുടങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് എന്തായി? അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി. അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. ഓ, ഇനി വില്ലേജിൽ നിന്ന് ആള് വന്ന് സ്ഥലം നോക്കിയിട്ട് പെർമിഷൻ തരും. അത് വെച്ച് ലൈസൻസ് എടുക്കണം. എങ്കിലേ ചെറുകിട വ്യവസായത്തിനുള്ള ലോൺ കിട്ടുള്ളൂ. ആർക്കറിയാം? നല്ല വിവരം ഉണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റും. തൽക്കാലമേ ഈ വിഷയം ഞാനും മോള് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനുവേണ്ടിയൊക്കെ ഓടി നടക്കാനും ഒരു കൈ സഹായത്തിനും ഇവിടെ ആരുമില്ലല്ലോ. എടാ, നീ പിന്നെ നിന്റെ മരുമോളുടെ മാഹാത്മ്യം പറയണ്ട. അച്ഛാ, ഞാൻ നിത്യമോൾക്ക് മരുന്ന് കൊടുത്തിട്ട് വരാം. മോള് ചെല്ല്. കണ്ടോ, ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവള് സമക്ഷത്തൊന്ന് കിഴിയുന്നത് കണ്ടില്ലേ? എന്നതാ കിഴിയുന്നത് കണ്ടില്ലേന്ന്? ഓ, ദേവിക പോയത് നന്നായി. അതെന്താ? ദേവിക അടുത്ത് നിന്ന് നിനക്ക് ശ്വാസം മുട്ടു? അതോ നിന്റെ ശ്വാസവും കൂടെ ദേവിക വലിച്ചെടുത്തോണ്ടിരിക്കുവാണ്? അതല്ല, ഞങ്ങൾക്ക് മനോഹരേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ആരാണീ ഞഞ്ഞള്? ഞാനും അമ്മയും പിന്നെ ശരത്തും. ഇവിടെ ത്രിമൂർത്തി സിൻഡിക്കേറ്റ് ഒക്കെ രൂപം കൊണ്ടോ? കൊള്ളാലോ, അടിപൊളി. എന്നിട്ട് മൂന്നാമനവിടെ സംഹാരമൂർത്തി സരത്ത്. ശരത്തുമോനെ. ഓ, വാത്സല്യം വഴിഞ്ഞൊഴുകുവാണല്ലോ. എണീറ്റ് നടക്കല്ലേ, തെന്നി വീഴും. ഒന്ന് പോടാ. ഇനി പറ, ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചുറപ്പിച്ച കാര്യം എന്നതാ? അത് പിന്നെ മനോഹരേട്ടാ, ഇങ്ങനെ ചതഞ്ഞ സ്വരത്തിൽ ഞരങ്ങാതെ വെട്ടിത്തോർന്ന ഉറക്ക കാര്യം എന്നാന്ന് വെച്ചാ പറ. ഞാൻ പറയാം. നിത്യമോളെ ദേവിക്ക് നോക്കുന്നത് ഇഷ്ടമല്ല. ആർക്ക്? ശരത്തിനോ? ശരത്തിന് മാത്രമല്ല, ഞങ്ങൾക്ക്. ആണോ ഉണ്ടോടി? അന്നി കേട്ടോളാം. നിന്റെ മകൻ കഴുത്തി കെട്ടിയ ഒരു ചരടിന്റെ പേരില് ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെങ്കൊച്ച്. എന്നിട്ട് നിന്റെ മകക്ക് വേണ്ടി
ഒരായയുടെ പണിയെടുക്കുന്നോളാ. തറയെ വിരിച്ചൊരു പുൽപ്പായല് നിന്റെ മകക്ക് കാവല് കിടക്കുന്നോളാ ദേവിക മോള. എന്നിട്ടും ദേവികയോട് നിനക്ക് അതൃപ്തിയാ അല്ലടി? നീ പള്ളിവാളും ചെലമ്പും എടുത്ത് തുള്ളാൻ നിൽക്കണ്ട. ഞങ്ങളുടെ ഇഷ്ടക്കേട് ഞങ്ങൾ പറയും. ആ, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇവിടെ പ്രസക്തി, എന്റെ ഇഷ്ടത്തിനാ. അതല്ല അച്ഛാ. ഏതല്ല അച്ഛ? അച്ഛൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും കാര്യം ഞാൻ തുറന്നു പറയാം. നിത്യക്കുട്ടിയുടെ മുറിയിൽ ദേവിക കിടക്കുന്നത് നിത്യക്കുട്ടിയുടെ ജീവനാപത്ത്. എന്താ ആപത്ത്? നീ പൊട്ടം കളിക്കല്ലേ മനോഹര. എടാ, ഇടയ്ക്കിടയ്ക്ക് ബാധ കയറുന്ന സ്വഭാവം ഉള്ളവളാ നിന്റെ മരുമോള്. നമ്മുടെ കൊച്ചിനെ അവള് കഴുത്ത് ഞെരിച്ച് കൊന്നാലോ? അമ്മേ, വെറുതെ തോന്നിവാസം പറയരുത് കേട്ടോ. നിത്യയ്ക്ക് സംഭവിച്ച അപകടത്തില് നേരിട്ടല്ലെങ്കിലും ദേവികയ്ക്ക് മനസ്സറിവുണ്ടെന്നാ ശരത്ത് പറയുന്നത്. അവർക്ക് മാത്രമല്ല, ആ വക്കീൽ സിദ്ധാർത്ഥൻ. സത്യം പുറത്തു വരാതിരിക്കാൻ വക്കീലിന്റെ കാഞ്ഞ ബുദ്ധി വെച്ച് അവരെന്ത് തന്ത്രവും മെനയും. അയാള് പറഞ്ഞ ദേവിക അത് ചെയ്യുകയും ചെയ്യും. ദേ, അതിന്റെ ഗൂഢാലോചനയാ കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയതെന്നാ ശരത്തുമോൻ പറയുന്നേ. ആണോ? മനോഹരേട്ടൻ പുച്ഛിക്കാതെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. നിനക്ക് എന്ന് മുതലാടി നിന്റെ ഭാവി മരുമോൻ പറയുന്നത് വേദവാക്യായത്? അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ കതിരും പതിരും വേർതിരിച്ചറിയും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ നിത്യമോടെ മുറി കിടക്കും. നീ അമ്മയല്ലേ? അതല്ലട മനോഹര, ഒരു ഹോം നഴ്സിനെ വെക്കാമെന്നാ ശരത്തുമോൻ പറയുന്നേ. എന്നിട്ട് ആ ഹോം നേഴ്സിന് കാവല് വേറെ ആളെ വെക്കേണ്ടി വരും. അച്ഛൻ എന്നെ അങ്ങനെ അത്ര മോശക്കാരനാക്കൊന്നും വേണ്ട. ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തിയാല് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യും. നാളെ ഔദാര്യത്തിന് കണക്ക് കേൾക്കുകയും വേണ്ട. ഈ 10-15,000 രൂപ ശമ്പളം ആര് കൊടുക്കും? എന്റെ നിത്യക്കുട്ടിക്ക് വേണ്ടിയല്ലേ, ഞാൻ കൊടുക്കാം. മോൻ കൊടുക്കൊന്നും വേണ്ട, അതൊക്കെ മനോഹരം കൊടുത്തോളൂ. അവനിപ്പോ വണ്ടി ഓടിക്കാൻ പോവല്ലേ? അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോക്ക് ഒരു മോന്റെ ഔദാര്യം വേണ്ട. ആ അപ്പോ ഹോം നഴ്സിന്റെ കാര്യം എങ്ങനെയാ മനോഹരേട്ടാ? അച്ഛൻ തന്നെ വിശ്വാസമുള്ള ഒരു ഏജൻസിന്ന് ഒരാളെ ഏർപ്പാടാക്കിയാൽ മതി. തൽക്കാലം ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ച പോരാ, ഹോം നേഴ്സ് വരണം. അതാവുമ്പോ അതിനെ കൊണ്ടെങ്കിലും എന്റെ കാലൊന്ന് ഞെക്കിക്കാമല്ലോ. ഓവ്വ, എന്ന് വെച്ചാ വീട്ടുവേലക്കല്ലേ വല്ല വെമ്പിള്ളാരും വരുന്നേ? അല്ല മനോഹര, ഒന്ന് നിർത്തമ്മേ. എടി പാർവതി, ഹോം നഴ്സിന്റെ കാര്യത്തിൽ നീ മുറുകെ പിടിച്ചോണം. നിന്റെ മോളുടെ ജീവന്റെ പ്രശ്നമാ.